ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി വരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി സുമ സുരേഷ് കാരാപ്പുഴ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. എല്ലാവർക്കും ഗുരുവാര പാഠശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സർവചരാചരങ്ങളെയും ആത്മസഹോദരങ്ങളായി കാണുന്ന അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന അദ്വൈത ദർശനം. രണ്ടല്ലാത്ത ഒന്നേ ഒന്നായിട്ടുള്ള സത്യമാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്നും ലോകത്തെ ഭിന്നിപ്പിക്കുന്ന എല്ലാ വേർതിരിവുകളെയും ഇല്ലാതാക്കണമെന്നും പറയുന്ന ഗുരുദേവ ദർശനം, ഗുരു ഫിലോസഫി. ഈ വിഷയത്തിൽ ഇന്ന് ക്ലാസ് നയിക്കുന്നത് ഗുരു ഫിലോസഫി പ്രചാരകനായ ശ്രീ തമ്പി ചേലക്കാട്ട് അവർകളാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്ത് വിരമിച്ചതിന് ശേഷം ഗുരു ഫിലോസഫിയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഗുരു ഫിലോസഫി പ്രചാരക സമിതി എന്ന ഒരു സംഘത്തിന്റെ വക്താവാണ്. ഗുരു ഫിലോസഫി എന്ന വിഷയത്തില് ആലുവ അദ്വൈതാശ്രമത്തിൽ മാസത്തിൽ 2 തവണയും കൂടാതെ ഓൺലൈനായും ക്ലാസുകൾ സാറ് എടുത്തു വരുന്നു. വൈപ്പിൻ സ്വദേശിയാണ്. 1995 മുതൽ ആലുവയിലാണ് താമസിക്കുന്നത്. ഈ വിഷയത്തില് ക്ലാസ് നയിക്കുന്നതിന് സർവഥാ യോഗ്യനായ തമ്പി സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സർ. സാർ മ്യൂട്ടാണ്. സാറ് മ്യൂട്ടാണല്ലോ. സാറിന് ശബ്ദം കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്യണം. ഇപ്പൊ ഓക്കെ കേൾക്കാമോ? ഇപ്പൊ ഓക്കെ. ഓക്കെ. ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയമുള്ളവരെ, ഗുരു ഫിലോസഫി സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് അവതരിപ്പിക്കാൻ അവസരം തന്ന ഈ ഗുരുവാണി എന്നല്ല ഈ സംരംഭത്തിന്റെ പേര്. ഞാൻ ചിലതൊക്കെ മറന്നു പോകുന്നു. അതിൻ്റെ ചുമതലക്കാരോടും ക്ലാസ്സിൽ സംബന്ധിക്കാൻ എത്തിയ എല്ലാ ഗുരുജനങ്ങളോടും എനിക്കുള്ള സന്തോഷവും നന്ദിയും അറിയിക്കാം. ഗുരു ഫിലോസഫി മുഴുവനായി ഈ 50 മിനിറ്റ് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങളെ അതിലേക്ക് ഒന്ന് ക്ഷണിക്കുക എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ എന്നതുകൊണ്ട് അതിനാണ് ഉദ്യമം. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായ ഭേദങ്ങളോ ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. അതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവായ രീതിയിൽ തന്നെ നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം. ആദ്യമായി ഫിലോസഫി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്
ധരിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും ഒന്ന് പറയാം? ക്ലാസ്സിലിരിക്കുന്ന ആരെങ്കിലും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന്, മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഒന്ന് പറയാം. എനിക്ക് ആരെയും വ്യക്തിപരമായി അറിയില്ല, അതുകൊണ്ട് ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അറിയുന്ന ആളുകൾ, എന്തെങ്കിലും തരത്തിൽ അതേ സംബന്ധിച്ച് അഭിപ്രായം ഉള്ളവർ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. തത്വം എന്ന് പറയുന്ന തത്വത്തിനെ അടിസ്ഥാനമാക്കി, എൻ്റെ പേര് സുധീഷ് എന്നാണ്, ഞാൻ ജഗദ്വാണിയുടെ അഡ്മിനാണ്. അപ്പം സാറ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് തത്വം എന്നതിനെ അടിസ്ഥാനമാക്കി പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഞാൻ. ചിന്ത ഉണ്ടാകുന്നതിനെയാണ് ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ തത്വം ആണ് സാർ. രണ്ടുപേരും തത്വം എന്ന് തന്നെയല്ലേ പറഞ്ഞത്? സുധീഷ് സാറ് പറഞ്ഞത് അല്ലേ? അതെ. ഗുരുവിന്റെ തത്വം, ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വം എന്നാണ് പൊതുവിലുള്ള ഒരു വിവക്ഷ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഹലോ, കേൾക്കാമോ സുധീഷേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെ 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 പറയണം, കാര്യം മനസ്സിലാവുള്ളൂ. ഇങ്ങനെ സംസാരിക്കാറില്ലാത്തതുകൊണ്ടാണ്, സ്റ്റുഡൻസ് സംസാരിക്കാറില്ലാത്തതുകൊണ്ടാണ്. എന്റെ പ്രഭാഷണം കേൾക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് പ്രഭാഷണത്തിൽ ഒരു വിശ്വാസവും ഇല്ല. നിങ്ങൾ കുറെ പേര് നിർജീവമായിരുന്നു കേൾക്കുക, ഒരു ചെവിയിലൂടെ കേൾക്കുക, മറു ചെവിയിലൂടെ തന്നെ പറയാം. കാരണം ഈ മനുഷ്യർക്ക് പറയുന്നതൊക്കെ ആഗിരണം ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഇല്ലേ സുധീഷേ? എനിക്കൊരു പേര് കിട്ടിയതുകൊണ്ട് ഞാൻ ഇല്ലേ? നമസ്തേ, ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഫിലോസഫി എന്ന വാക്കിന് നമ്മൾ സാധാരണ തത്വചിന്ത എന്ന് പറയും. പക്ഷെ ദർശനം അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം ഞാൻ കേട്ടിട്ടുള്ള അറിവിനോടുള്ള സ്നേഹം. ഓക്കെ, ആരാ പറഞ്ഞത്? സുധ എന്നാണ് എന്റെ പേര്. സുധീഷും സുധയും. ഓക്കെ, വേറൊരാള് പറഞ്ഞു, പേര് ഞാൻ ചോദിക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, ഇതിനെ ദർശനം എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ ഫിലോസഫിയെ. പലരും അങ്ങനെയാണല്ലോ വിളിക്കുക, ഗുരു ദർശനം. അങ്ങനെ വിളിക്കുമ്പോ ഇതിനെ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്ന് വ്യാഖ്യാനിക്കാറ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട് എല്ലാത്തിനെ സംബന്ധിച്ചുണ്ടാവും, പല വ്യത്യാസങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ അതിനെ ആളുകൾ പറഞ്ഞു വരാം. അത് ശരിയാവും? ഹലോ, ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആണ് ഞാൻ ഈ സംസാരത്തിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അത് ശരിയാണോ? സാധാരണ നമ്മൾ ആ അർത്ഥത്തിൽ പറയാറുണ്ട് ദർശനം എന്നുള്ള. ദർശനം അതായത് നമ്മൾ കാണുന്ന കാഴ്ച അല്ലെ? അങ്ങനെയാണല്ലോ നമ്മൾ ദർശനം എന്നത് കാഴ്ചയാണെന്നാണല്ലോ സാധാരണ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ധാരണ പരക്കെയുണ്ട്. അതിന്റെ ഒരു കുഴപ്പം, ഈ രണ്ടിനും ചില പ്രത്യേകതകൾ. തത്വം എന്നതും കാഴ്ചപ്പാട് എന്നതും ഓരോ വ്യക്തിയും ആവിഷ്കരിക്കുന്നതാണ്. ശരിയല്ലേ? നമുക്കറിയാവുന്ന തത്വങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, ആരെങ്കിലുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് രൂപീകരിച്ചതാണ്. കാഴ്ചപ്പാടും അത് തന്നെയാണ്.
ശരിയാണോ? ഒന്ന് കാഴ്ച, കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, മറ്റത് ബുദ്ധിയും മനസ്സും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഉയർന്നു വരുന്നത് തത്വം. രണ്ടും ഓരോ ആളുകളുടെ അല്ലെങ്കിൽ ആരെങ്കിലുടെയൊക്കെ അവർ സൃഷ്ടിച്ചതാണ്, അവരുടെ തത്വം എന്ന നിലയ്ക്കാണ് പറയുന്നത്. ശരിയാണോ? പറയണം കേട്ടോ ആരെങ്കിലും ഒരാള്. ശരിയാണ്. ശരിയാണ്. എന്നാൽ ഗുരു ഫിലോസഫി അല്ലെങ്കിൽ ഗുരു ദർശനം എന്നത് ഈ രണ്ട് ഗണത്തിലും പെടില്ല. ഈ രണ്ട് ഗണത്തിലും ഒതുങ്ങില്ല. പെടില്ല എന്നല്ല, ഒതുങ്ങില്ല. ഈ രണ്ട് സംജ്ഞയിലും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് ഇവിടെയുള്ള സത്യം എന്നും ഇവിടെയുള്ളത് ഒരിക്കലും നശിക്കാത്ത, അത് കൃത്യമായി മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് ഗുരു നമ്മളോട് പറഞ്ഞതാണ്. ഗുരു കണ്ടുപിടിച്ചതല്ല, ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉള്ളതാണ്, അതിന് മാറ്റങ്ങളില്ലാത്തതാണ്, അത് എന്നും ഉണ്ടായിരുന്നതാണ്. ഇത് ഗുരു തിരിച്ചറിഞ്ഞതാണ്, ഗുരുവിന്റെ ഫിലോസഫിയായി നമ്മളോട് പറഞ്ഞു. അത് ഗുരു സൃഷ്ടിച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ച സത്യമല്ല, ഗുരുവിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുമല്ല. മനസ്സിലാകുന്നുണ്ടോ? തൽക്കാലം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. അതിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞു. ഈ ഒറ്റ ഇന്റർപ്രിട്ടേഷനിലൂടെ, വിവരണത്തിലൂടെ ഗുരു ഫിലോസഫിയുടെ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ തറച്ചോ? നിങ്ങളത് അംഗീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനമെങ്കിലും അതിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. തീരുമാനിക്കാനായില്ല അല്ലേ? പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതം, എല്ലാവരുടെയും ജീവിതം, അതിനൊരു ജീവിത രീതിയുണ്ട്. അതിന് നമ്മൾ പല രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നാം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ ഫിലോസഫികളുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം അത് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്, കരുപ്പിടിപ്പിച്ചിരിക്കുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ എല്ലാ ഘട്ടങ്ങളുമൊക്കെ പല പല ഫിലോസഫികളുടെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. പല പല ഫിലോസഫികളാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ഒരുപക്ഷെ നാം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലേ? നമുക്ക് എല്ലാ മേഖലയിലും ഒരുപാട് ഫിലോസഫികളുണ്ട്. രാഷ്ട്രീയ മേഖലയിലുണ്ട്, സാമ്പത്തിക മേഖലയിലുണ്ട്, സാമൂഹിക മേഖലയിലുണ്ട്, മതപരമായ ഫിലോസഫികളുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഫിലോസഫികൾ നമ്മളെ അതിൻ്റെ ചട്ടക്കൂട്ടിൽ അതാത് സമയത്ത്, രാഷ്ട്രീയം പറയുമ്പോൾ അത്, പിന്നെ സാമൂഹ്യം പറയുമ്പോൾ അത്, മതവും ജാതിയും പറയുമ്പോൾ അത്,
ഇങ്ങനെ പല പല ഫിലോസഫികളുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളെല്ലാവരും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? യെസ്. ഇപ്പൊ മനസ്സിലായോ? അത് ഓരോരുത്തരുടെ അനുഭവം മാറൂടെ? എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്രയോ ഫിലോസഫികളുണ്ട്, എത്രയോ മതങ്ങളുണ്ട്, എത്രയോ ഫിലോസഫികളുണ്ട്. ഇല്ലേ? ഇല്ലേ? എന്തായി അടിയേറ്റ പോലെ മിണ്ടാതിരിക്കണം? അതെ സർ, ഹലോ, ശരിയല്ലേ? അങ്ങനെ തന്നെ. പക്ഷേ അതിൽ ഗുരു ഫിലോസഫി പെടുന്നു. അതിൽ ഗുരു ഫിലോസഫി പെടുമോ? പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കേണ്ടതാണ്. എന്നാൽ പെടാൻ സാധ്യതയില്ല. കാരണം ഗുരു ഫിലോസഫി നമ്മൾ ഒന്ന് അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഏകദേശം അറിയാം. ഇവിടെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത്, പേര് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, മുന്നോട്ട്. അദ്ദേഹവും പറഞ്ഞു ഗുരുവിന്റെ ദർശനം അദ്വൈത ദർശനം. അതിൽ കവിഞ്ഞൊന്നും സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുവിന്റെ ദർശനം അദ്വൈത ദർശനമാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ശ്രീശങ്കരൻ അദ്വൈത ദർശനം നാടകം പ്രചരിപ്പിച്ചയാളാണ്. അതുപോലൊന്ന് ആണ് എന്നും അങ്ങനെ പറയുമ്പോൾ അതിന് അർത്ഥം കൽപ്പിക്കാം. അതിൽ കൂടുതൽ ആ സുഹൃത്ത് പറഞ്ഞു രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നും പറഞ്ഞു. പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടല്ലോ. ഹലോ, പറഞ്ഞ ആള് ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കണം ഞാൻ. പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ ആദ്യത്തെ പ്രാർത്ഥന ഗുരുധ്യാനമാണ്. ഗുരുധ്യാനമാണ്. ഗുരുധ്യാനം വർഷങ്ങളായി ശിവഗിരി മഠത്തിൽ പോലും ഏത് ചടങ്ങിലും ഇപ്പോൾ അത് ചൊല്ലിയിട്ടാണ് ആരംഭിക്കുന്നത്. ഗുരു സശരീരനായിരുന്ന കാലത്തും ആ സമ്പ്രദായം ഉണ്ടായി. അതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പരിശോധിക്കുന്നു പറയുന്നു. ഈ ഗുരുധ്യാനം രണ്ടല്ല ഒന്നാണ് എന്ന സ്വാഗത പ്രാസംഗിക പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഗുരുധ്യാനത്തെ ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങളിൽ എന്ത് ചലനമാണ് ആ ഗുരുധ്യാനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സ്വാധീനമാണ് നിങ്ങളിൽ അതുണ്ടാക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഞാൻ ഗുരുധ്യാനം ചെല്ലണ്ടെന്ന് പറഞ്ഞില്ല, ഗുരുധ്യാനം തെറ്റാണെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അത് ചൊല്ലുകയും രണ്ട് ഇല്ല ഒന്നാണ് എന്ന ചിന്തയും തമ്മിൽ അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഗുരുധ്യാനം എവിടെ നിൽക്കും, ഇതെവിടെ നിൽക്കും? പ്രയാസമാണ് നിങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് എനിക്കറിയാം. ഇപ്പൊ പറയണ്ട. ഈ ഗുരുധ്യാനം ചൊല്ലുന്നത് നമ്മുടെ ഒരു ഫിലോസഫിയുടെ നിയന്ത്രണത്തിൽ നാം നിൽക്കുന്നത് കൊണ്ടാണ്. അത്രയും പറയാലോ, അത്രയും പറയാലോ. നമ്മുടെ ജീവിതത്തിലുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഓരോ ഫിലോസഫിയുടെ നിയന്ത്രണം അനുസരിച്ചിട്ടാണ്. പക്ഷെ അതിൽ ഗുരു ഫിലോസഫി
പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പരിശോധന. പെടുന്നില്ല എന്നത് പലർക്കേ അറിയാം. കാരണം അത് പഠന വിഷയമാക്കിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ വിടാതെ പിന്തുടരുന്ന ഒന്നാണ് ഭയം. പല രൂപത്തിൽ. ഈ ഭയത്തിന്റെ പരിഹാരത്തിനായി നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലേ? അതിലൊന്നാണ് വീട്ടിൽ ഈ ക്യാമറ പിടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ളത്. അത് കൂടാതെ അതിലൊന്നും നിൽക്കാതെ നാം ഒരുപാട് വൈദിക കർമ്മങ്ങൾ ഭയനിവാരണത്തിനായി, പല രൂപത്തിലുള്ള ഭയം, അത് വിശദീകരിക്കാൻ നിങ്ങൾക്കറിയാം, ചെയ്തു വരാം. ശരിയല്ലേ? സുധീഷേ, എനിക്ക് പേര് വിളിക്കാമോ? എനിക്ക് വയസ്സ് 82 സാറിനേക്കാൾ പ്രായമുണ്ട്. എന്നേക്കാൾ പ്രായമുണ്ടോ? ഇല്ല സാർ, ഞാൻ തമാശക്ക് പറഞ്ഞതാ. അപ്പോ ശരിയല്ലേ സുധീഷേ? എനിക്കൊരു സാക്ഷി വേണേ. ശരി സാർ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഭയം നമ്മളെ നിരന്തരമായി പിന്തുടരുന്നില്ലേ? എവിടെ നിന്നാണ്, എന്ത് നാടാണ് എന്നറിയാത്ത ഭയം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇല്ലേ? ആ ഭയനിവാരണത്തിനായി നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വൈദിക കർമ്മങ്ങളുണ്ട്, ഇല്ലേ? ഇനി മറ്റൊന്നാണ് രാഗദ്വേഷങ്ങൾ. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. കാമം, ക്രോധം, സ്നേഹം, വിരോധം തുടങ്ങിയ എല്ലാ രൂപത്തിലുള്ള അതിൻ്റെയൊക്കെ അത് യാതൊരു തടസ്സവുമില്ലാതെ, നമ്മെ പോലും അറിയാതെ, നമുക്ക് പോലും നിയന്ത്രിക്കാൻ ആവാതെ നമ്മുടെ ഉള്ളിൽ ഉയരാറുണ്ട്, ഉണ്ടല്ലോ. സുധീഷേ? യെസ് സർ, ഉണ്ട്. അപ്പൊ ഭയമുണ്ട്, രാഗദ്വേഷങ്ങൾ. അസമത്വം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമല്ലേ? ആണോ? അസമത്വം, പല രൂപത്തിലുള്ള അസമത്വം. ധനത്തിന്റെ അടിസ്ഥാനത്തിലാകാം, പിന്നെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാകാം, ജാതിയുടെ അടിസ്ഥാനത്തിലാകാം, ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെ നാനാവിധമായ അസമത്വങ്ങളില്ലേ? എനിക്കിപ്പം മറ്റേ വെള്ളം തന്നായിരുന്നോ? ഇപ്പോഴും അതിൽ അസഹ്യമായ ചിലതിനെ, പ്രധാനപ്പെട്ടതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഭാഗ്യമുണ്ടായി. വഴി നടക്കാനും വിദ്യ അഭ്യസിക്കാനും ജോലി നേടി അതിൽ പ്രവേശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. ആ രംഗത്തുണ്ടായിരുന്ന അസമത്വം ഏറെക്കുറെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. എന്നാലും അസമത്വം നിലനിൽക്കുകയല്ലേ? ആണോ? അല്ലേ? അതെ സാർ, സത്യമാണ്. ആശിക്കരുത് ആരുടെയും ധനം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കിപ്പോ അന്യരുടെ ധനം മാത്രമേ ആശയുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ആ അസമത്വം ഉണ്ടെന്ന് നിലനിൽക്കാൻ. ഇനി സാമൂഹികമായ അസമത്വം. നമ്മുടെ ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ജോലിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണമൊക്കെ കണക്കെടുത്തുകൊണ്ട് വാദിക്കും. എത്ര പേരെ ഞങ്ങൾക്ക് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളൂ,
ഇത്ര പേരെ IAS-കാരുള്ളൂ, ഇത്ര പേരെ അങ്ങനെ ഗവൺമെന്റ് സെക്രട്ടറിമാരുള്ളൂ എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് വാദിക്കുന്നത്. ഈ അസമത്വം ഇന്നും നിലനിൽക്കും. നമ്മുടെ കൺമുമ്പിൽ ഏറ്റവും ഉയർന്നവരെന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ബ്രാഹ്മണ സമൂഹം അല്ലേ? അവരാണ് സാത്വികന്മാരായ ആളുകൾ, ഏറ്റവും ദൈവത്തിന്റെ സ്വന്തം ആളുകൾ. അങ്ങനെയാണല്ലോ അവരുടെ ഭാവം. അവർ മറ്റുള്ളവരെയൊക്കെ ഇപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടെ നിങ്ങളുടെ ഏതെങ്കിലും വഴിപാടിന് ഒക്കെ ചീട്ടടച്ച് ഒക്കെ വന്നാലും നിങ്ങൾക്ക് പ്രസാദം എങ്ങനെ കയ്യിലേക്ക് ഇട്ട് തരിക? തിരുവേന്തി എങ്ങനെ തരിക? എറിഞ്ഞു തരും. ഒരു നമ്പൂതിരി ചെന്നാൽ എറിയില്ല. നിങ്ങൾ കൊടുക്കുന്ന നോട്ടെടുക്കാൻ ഒരു പ്രയാസമില്ല. ഉണ്ടോ ദക്ഷിണ? ഇല്ലല്ലോ. പ്രസാദം തരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊടാൻ പാടില്ല. ഇപ്പോഴും നിലനിൽക്കയില്ലേ? ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറണോ അല്ലാതെ കയറണോ എന്നത് മാത്രമല്ലല്ലോ പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമായി നിൽക്കുന്ന അസമത്വം തന്നെ. നമുക്കൊരു പ്രശ്നമില്ല, ഇതേ എങ്ങനെയും തന്നാലും ശരി നമ്മൾ വാങ്ങി സന്തോഷപ്പെടുന്ന അദ്ദേഹത്തെ അല്ലല്ലോ കാണുന്നത്, അവിടുത്തെ പ്രതിഷ്ഠയല്ലേ, നമുക്ക് പോകും. ഇനി ഈ നമ്പൂതിരിയുടെ കുടുംബത്തിലേക്കൊന്ന് ചെന്നാലോ? അവരുടെ ഭാര്യമാരെ, സ്ത്രീകളെ വിളിക്കുന്നത് അന്തർജനങ്ങളെന്നാണ്. ശരിയല്ലേ? ഈ അന്തർജനങ്ങള് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഇന്നിപ്പോ ഈ പഠന ക്ലാസ്സിൽ വന്നിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ, അവർക്കുള്ളത്ര സ്വാതന്ത്ര്യമോ അഭിപ്രായ പ്രകടന അവകാശമോ ഒരില്ലത്തിലും അനുവദിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും. ശരിയാണോ? അതെ. അപ്പോ അസമത്വം നമ്പൂതിരി കുടുംബങ്ങൾ മുതൽ ഇങ്ങോട്ട് ഉള്ള മറ്റെല്ലാ ശ്രേണികളിലുമുള്ള ജനങ്ങൾക്കിടയിൽ ഒന്നല്ലെങ്കിൽ പല രൂപത്തിൽ ശക്തമായി നിലനിൽക്കും. അസമത്വം, അസ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ളവരാണ്. പക്ഷെ അസ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അസ്വാതന്ത്ര്യം ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അസ്വാതന്ത്ര്യം. നിങ്ങൾക്കുള്ള വിഷമതകൾ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വൈദിക കർമ്മം നടത്തുന്ന ആളുകളെ സമീപിക്കുമ്പോൾ അവരതിനൊരു പരിഹാരമൊക്കെ പറയും. അത് തെറ്റിച്ചാൽ എന്താണ് കുഴപ്പം എന്നവർ പറയും. ഇല്ലേ? ശരിയല്ലേ? രാവിലെ ഉണർന്നാൽ വൈകുന്നത് വരെ പണിയെടുത്താലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വരുന്നത് ഞാൻ അമ്പലത്തിൽ പോയില്ലല്ലോ എന്നാണ്. അങ്ങനെ പോകാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പലപ്പോഴും ഇല്ല. ഇപ്പോ നിങ്ങൾക്ക് വേഷഭൂഷാദികളിലും ഭക്ഷണക്രമങ്ങളിലും വിദ്യാഭ്യാസം ചെയ്യുന്നതിനും തൊഴിലെടുക്കുന്നതിനുമൊക്കെ അവസരങ്ങളുണ്ടെങ്കിലും പല മേഖലയിലേക്കും ഉയരുന്നതിന് പല രൂപത്തിൽ തടയപ്പെടും.
ആ ദർശനങ്ങൾ നിർദ്ദേശിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി കൊണ്ടല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നോക്കണേ, അദൃശ്യമായ പിന്നെ എന്താ പറയുന്ന കയറ് അല്ലെങ്കിൽ വള്ളി അല്ലെങ്കിൽ കണക്കുണ്ട്, നമ്മളെ എത്ര ഭംഗിയായിട്ടാണ് ഇതിലിപ്പോഴും തളച്ചിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിത രീതി കെട്ടിപ്പടുത്തിരിക്കുന്ന ഫിലോസഫികളുടെ സൃഷ്ടിയാണ്. നിങ്ങളുടെ ജീവിത രീതി കെട്ടിപ്പടുത്തിരിക്കുന്ന ഫിലോസഫികളുടെ സൃഷ്ടിയാണ്. ആ ഫിലോസഫികൾ ആകെ കൂടി ഭയം, രാഗദ്വേഷങ്ങൾ, അസമത്വം, അസ്വാതന്ത്ര്യം തുടങ്ങിയവ അവയുടെ വിളനിലങ്ങളാണ്. അതിലെല്ലാം അംഗീകരിച്ച് ഒതുങ്ങി നിൽക്കുന്ന ജനത അല്ലെങ്കിൽ സമൂഹം സ്വാഭാവികമായി ഈ വലയത്തിനുള്ളിൽ തന്നെ കിടക്കും. അതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഭീഷണി. ഈ സമൂഹം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പലപ്പോഴും ദുഃഖത്തോടെയും അമർഷത്തോടെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയോ അതിലൊരു ഉത്തരത്തിലെത്തുകയോ ചെയ്യാത്തത് കൊണ്ട് ഇതിങ്ങനെ തുടരുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിത രീതി ഈ വക ദൂഷ്യഫലങ്ങളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന നൽകുന്ന ഫിലോസഫികളുടെ സൃഷ്ടിയാണ്. എന്നാൽ ഗുരു ഫിലോസഫി എന്താ? ഗുരു ഫിലോസഫി അതിനെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും പലരും പറയും. ആദ്യം ഗുരു ഫിലോസഫി എന്താണെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഞാൻ ഈ വിവരിച്ച ദൂഷിത വലയങ്ങളിൽ നിന്നുള്ള മോചനം. ഞാൻ നേരത്തെ വിവരിച്ചത് നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു ദൂഷിത വലയമാണ്. ഗുരു ഫിലോസഫി അതിൽ നിന്നുള്ള മോചനമാണ് ലക്ഷ്യമിടുന്നത്. ഭയരഹിതമായ ജീവിതമാണ് ലക്ഷ്യം. ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ട് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വികാസവും വളർച്ചയും ലക്ഷ്യമിടുന്ന ഒന്നാണ് ഗുരു ഫിലോസഫി. വിവേചന ഭേദരഹിതം. ഞാൻ ഒന്നുകൂടെ പറയണം, ഞാനിത് ഒരു കുറിപ്പായി ഇന്നിങ്ങനെ വെറുതെ എൻ്റെ കൈ കൊണ്ട് എഴുതിയാണ്. കൈപ്പട വളരെ മോശമാണ്. നമ്മുടെ സ്മിതയ്ക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്മിതയ്ക്ക് വായിക്കാൻ പറ്റിയെങ്കിൽ അതൊന്ന് നേരെ എഴുതി നിങ്ങൾക്കൊക്കെ ഇട്ട് തരാൻ. നിങ്ങളുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ടാവില്ല, തന്നാൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. സ്മിത ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പറയുന്നത് പ്രായോഗികമാണ് എങ്കിൽ അറിയിച്ചാൽ മതി. എന്തെങ്കിലും സഹായം ചെയ്യുന്ന വേണമെങ്കിൽ ചെയ്തു തരാം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽ ഞാൻ തന്നെ പലയിടത്തു നിന്നായി ഏതാണ്ട് ഗുരുവിൻ്റെ ഒരു 400ഓളം ശ്ലോകങ്ങളിൽ നിന്നത് കണ്ടെത്താൻ കഴിയും. അത് ഞാൻ തന്നെ, അല്ലാതെ വേറൊരാളും അത് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ ഒരു ഫിലോസഫി എന്താണെന്ന് വിവരിക്കുന്ന ഒരു പുസ്തകവും ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സ്റ്റഡി നോട്ട് കൊടുക്കാതെ നിവൃത്തിയില്ല. പക്ഷെ സ്റ്റഡി നോട്ട് വായിച്ചു നോക്കിയാലെല്ലാം മനസ്സിലാവില്ല.
ഇങ്ങനെ അതിന്റെ വിശദീകരണങ്ങളോടെ കേൾക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്താൽ, സാധാരണ ഒരു ക്ലാസ്സിൽ ഇടുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും, മുഴുവൻ ഓർമ്മിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. മനുഷ്യർക്ക് ഇത് ആഗിരണം ചെയ്യാനുള്ള കഴിവിന്റെ പരിമിതി നന്നായി ഉണ്ട് എന്നതറിയാം അല്ലേ. നമ്മൾ ഈ വേനലൊക്കെ കഴിഞ്ഞ് ആദ്യം മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങനെ പെട്ടെന്ന് മണ്ണ് ആഗിരണം ചെയ്യും. മഴ ഇങ്ങനെ തുടർച്ചയായി കഴിയുമ്പോൾ മണ്ണിന്റെ ആഗിരണ ശേഷിക്ക് മങ്ങലേൽക്കും, പറമ്പിലൊക്കെ വെള്ളം കിട്ടും, പിന്നെ പതുക്കെ പതുക്കെ താഴേക്ക് പോകും. ഇതെല്ലാത്തിനും ഉള്ളതാണ്. അങ്ങ് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു പരിമിതിയില്ല. ഇരിക്കട്ടെ. അപ്പൊ ഗുരു ഈ ഫിലോസഫി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് ഗുരു കണ്ടുപിടിച്ചതല്ല, ഇവിടെയുള്ള സത്യം എന്താണ് എന്ന് വിവരിക്കുക മാത്രമാണ് ഗുരു ചെയ്തിട്ടുള്ളത്. അതുമറിഞ്ഞ് ഗുരുവിന് അങ്ങ് സുഖമായിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഗുരുവിന് ഈ സത്യാന്വേഷികളിൽ നിന്നൊക്കെ സാധാരണ നമ്മൾ അറിയാവുന്ന ഊഹിക്കാവുന്ന സത്യാന്വേഷികൾ, ഋഷികൾ, മഹാഋഷിമാരുൾപ്പെടെ അവരൊക്കെ സത്യം അറിയാൻ വേണ്ടി അന്വേഷിച്ചു പോയി അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു രമണ മഹർഷിയെ പോലുള്ള ആളുകളൊക്കെ അവരവരുടെ ആശ്രമത്തിൽ ഇങ്ങനെ ധ്യാന മനനങ്ങളായി കഴിഞ്ഞുകൂടി അവസാനം സമാധിയായവർ ഭൂരിപക്ഷം പോയി. പക്ഷെ ഗുരു അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആയിരുന്നോ? ഗുരു അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഗുരുവിന്റെ ജീവിതം ധന്യമായ ജീവിതം, അതിലെ ധന്യമായ കർമ്മങ്ങൾ, അതൊന്നും വിവരിക്കലല്ല കേട്ടോ ഫിലോസഫിയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ആളുകൾ പറഞ്ഞ് ഗുരു എന്ന് പറഞ്ഞാൽ ഉടനെ പ്രഭാഷണത്തിന് കുറെ കഥകളും ജീവചരിത്രവും അത്ഭുത സിദ്ധിയും ഒക്കെ പറഞ്ഞ് നല്ല ഭംഗിയായി നിങ്ങളെ പിടിച്ചിരുത്തി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പ്രഭാഷണം നടത്തുന്നത്, അതാണ് നമുക്ക് കേട്ട് ശീലം. അത്രയും മതി. പക്ഷെ ഗുരു വ്യത്യസ്തനായിരുന്നു. എന്തിനാ? സത്യാന്വേഷണത്തിന് ഗുരു എന്തിനാ പോയത്? എന്നാണ് പോയത്, പുറപ്പെട്ടത്? നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ. ഇതിന്റെ തീയതിയും കണക്കൊന്നും ഞാൻ ഒന്നിനും കുറിച്ച് വെക്കാറ്. അതിനല്ലല്ലോ പ്രസക്തി. വീട് വിട്ട് ഇറങ്ങിയതും ഒക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിവാഹം കഴിച്ച് ആ കുട്ടിയെ വീട്ടിലേക്ക് കയറ്റാൻ തന്നപ്പോൾ അതിന് തയ്യാറായില്ല. പിറ്റേ ദിവസം അവിടെ നിന്ന് ആ കുട്ടിയോട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. അതിനു മുമ്പ് വാരണപ്പള്ളിയിൽ താമസിക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് ശ്രീകൃഷ്ണ ദർശനമുണ്ടായി എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കാം. കാരണം ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതി വളരെ ഭംഗിയായി ഗുരു എഴുതിയിട്ടുണ്ട്. അത് എഴുതണമെങ്കിൽ കൃഷ്ണനെ ദർശിച്ച ഒരു അനുഭവം കൂടെ വേണം, എന്നാലേ അതത്ര ആസ്വാദ്യകരമായി വരും. ബാഹുലേയൻ സുബ്രഹ്മണ്യനെ ദർശിച്ചിട്ടുണ്ട്, അതും കൃതിയായി എഴുതി. ശിവനെ പലവട്ടം ദർശിച്ചു. അപ്പോ ഇത് ഒക്കെ പഠനകാലത്താണ്. പക്ഷെ ഗുരു എന്നിട്ടും ഇവരെല്ലാം ദർശിച്ചവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിലും ചിലര് പറയും ഗുരുവിന്റെ മഹത്വം കൊണ്ടിട്ട് ഇവരൊക്കെ ഗുരുവിനെ കാണാമെന്നാണെന്നും പറയുന്ന ആള്. എന്തോ ആവട്ടെ, ദർശനം നടന്നു എന്ന് ഇത്രയും കാര്യങ്ങളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സാധാരണ നിലയിൽ നമ്മുടെയൊക്കെ ഭക്തന്മാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്താണ്? ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ മാത്രം കണ്ടാൽ പോരാ, അവിടെ നിന്നെ ഒന്ന് പൂർണ്ണ രൂപത്തിൽ കാണാൻ കിട്ടിയാൽ അതോടെ എനിക്ക് എന്റെ ജന്മം സാഫല്യമടയും എന്ന ചിന്തയല്ലേ? ശരിയല്ലേ? പക്ഷെ ഈ ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗുരുവിന് സത്യം അന്വേഷിക്കണമെന്ന് തോന്നി. അതേക്കുറിച്ച് ഒരു വാചകത്തിൽ സുകുമാർ അഴീക്കോട് എഴുതിയിട്ടുണ്ട്. ഗുരു വേദം പഠിച്ചത് ജാതി കണ്ടിട്ടാണ്.
ഗുരു വേദം പഠിച്ചത് ജാതി കണ്ടിട്ടാണ്. അവിടുത്തെ ജാതി എന്നത് സമൂഹത്തിൽ അന്ന് നിലനിൽക്കുന്ന എല്ലാ അനീതികളെയും കുറിക്കുന്നതാണ്. അതിനൊരു പരിഹാരം തേടിയിട്ടാണ് ഗുരു പോയത്. ശ്രീകൃഷ്ണ ദർശനവും സുബ്രഹ്മണ്യ ദർശനവും ഇനി ശിവന്റെ ദർശനവും ഉണ്ടായിട്ടും ഇതിനൊരു പരിഹാരം കിട്ടിയില്ല. ഇതെന്താ ഇങ്ങനെ? സമൂഹത്തിൽ എന്താ ഇങ്ങനെ വളരെ മൃഗീയമായ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു? അതൊക്കെ ശരിയാണ് എന്ന നിലക്ക് മനുഷ്യർ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു? അതിനൊക്കെ അടിമയാകുന്നവരും ഭാഗികമായി അടിമയാകുന്നവരും പൂർണ്ണമായി അടിമയാകുന്നവരും എല്ലാവരും. ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണ്, ന്യായമാണ്, അനുസരിക്കപ്പെടേണ്ട നിയമങ്ങളാണ് എന്നൊക്കെ കരുതി വിശ്വസിച്ചവർ ജീവിച്ചിരുന്നു. പക്ഷെ ഗുരു അങ്ങനെ ആയിരുന്നു. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ജീവചരിത്രവും കഥകളും ഒക്കെ ആർക്കും പുസ്തകം വായിച്ചാൽ കിട്ടും. പക്ഷെ ഈ വിഷയങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അത് പുസ്തകത്തിൽ നിന്ന് നമ്മൾ വളരെ മനനം ചെയ്ത് ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷമേ നമ്മളിൽ തന്നെ ഉയർന്നു വരും. ചെറുപ്പം മുതൽ ഗുരുവിലുണ്ടായിരുന്ന, ഗുരുവിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഗുരുവിനെ പലപ്പോഴും അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ഈ വിവേചനവും അടിച്ചമർത്തലും. ഇതിനുള്ള പരിഹാരം തേടി തന്നെയാണ് ദേവത ഉപാസന തുടങ്ങിയത്. ഞാൻ ഉപയോഗിച്ച വാക്ക് ദേവത ഉപാസന എന്നാണ് കേട്ടോ. അതിന്റെ അർത്ഥമൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാൻ നിങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ട്? എനിക്കൊരു അവസരം നിങ്ങളോട് പറയാനുണ്ടായ ദേവത ഉപാസന. അതുകൊണ്ട് ആഗ്രഹിച്ച ദർശനമൊക്കെ കിട്ടി. പക്ഷേ ഗുരുവിന്റെ മനസ്സിനെ വിണ്ടുകീറിയിരുന്ന, ഗുരുവിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്ന, ഗുരുവിന്റെ ഉള്ളിൽ അടങ്ങാത്ത പ്രതിഷേധമുയർന്നിരുന്ന, അതൊന്നും ഗുരു അതേ രൂപത്തിൽ കാണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതിനൊരു പരിഹാരം ഇല്ലാതെ നിൽക്കുന്നത് എന്താണ്? എന്താണ് പരിഹാരം? ആ പരിഹാരം തേടിയാണ് ഗുരു സത്യാന്വേഷിയായി, അവധൂതനായി, സന്യാസിയായി, അവധൂതനായി ഘോരമായ തപസ്സും മറ്റും അനുഷ്ഠിച്ച് അവസാനം സത്യം എന്താണെന്ന് അറിഞ്ഞത്. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. ഗുരുവിന് ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും സമന്മാരാണ്. യാതൊരു ഭേദചിന്തകളും ഈ രീതിയിലുള്ള ഒരു ശ്രേണീകൃതമായ സമൂഹവും അത് സൃഷ്ടിക്കാൻ ഇടവരുത്തുന്ന ഒന്നല്ല പരമസത്യം എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് തൻ്റെ ഫിലോസഫിയായി ഗുരു അവതരിപ്പിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ ഭേദങ്ങളുണ്ടോ, മനസ്സിലാകാത്തതുണ്ടോ എങ്കിൽ പറയാം. ഇനി എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇതിന്റെ ആമുഖം മാത്രമേ ഞാൻ പറഞ്ഞു. സുധീഷ് മാഷേ, എന്നെ ഒന്ന് സഹായിക്കാമോ? സാറിന്റെ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടിയാൽ മാത്രമേ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങളെ സാറ് ലോഞ്ച് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ആരും സംസാരിച്ച് പതിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സംസാരം കുറയ്ക്കുന്നത്. അയ്യോ, ക്ലാസ് അല്ല. അപ്പൊ അതൊരു പ്രഭാഷണം കേൾക്കുന്ന സഭയാണ്. നിങ്ങൾ ക്ലാസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചാടി വീണത്.
അപ്പൊ അത് വിജയും കൂട്ടരും തീരുമാനിക്കട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇപ്പോ ഈ ആമുഖം പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്തുകയല്ലേ നല്ലത്. അവരുടെ സമയപരിധി ആയി, ഇനി 5 മിനിറ്റേ ഉള്ളൂ. സാർ ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട് സാർ. അതാരാ അത്? സാർ എന്നാൽ അതിൽ പറയാവുന്നത് ഞാൻ പറയാം, പക്ഷെ പൂർണ്ണമാവില്ല കേട്ടോ. ഗുരുവിന്റെ ഫിലോസഫി വളരെ സമഗ്രമായി നമുക്കൊക്കെ അത്ഭുതം തോന്നും. ഇങ്ങനെ വളരെ വിസ്തൃതവും വിശാലവും ആഴവും പരപ്പും ഒക്കെ ഉള്ള ഒരു കാര്യം ചെറുവാക്കുകളിലൂടെ സംഗ്രഹിച്ച് പറയുക, അതൊരു കൃതിയായി എഴുതി തരും. അത് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യമില്ല. ഗുരുവിന്റെ വലിയ മഹത്വം, കഴിവ്, അതിൻ്റെ ഒരു പ്രകടിതമാണ്, ഉദാഹരണമാണ് ആ കൃതി. ആ കൃതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരും അത് പഠിപ്പിക്കാൻ മെനക്കെടാറില്ല. ആ കൃതിയുടെ പേര് വേദാന്ത സൂത്രം എന്നാണ്. 21 സൂത്രങ്ങളാണ് അതിലുള്ളത്. അതിനെ പഠിപ്പിക്കാൻ സമയത്ത് അതിനെ അന്വയിക്കണം. സംസ്കൃതത്തിലുള്ളതാണ്. അപ്പോൾ അത് 35ഓളമായി മാറുന്നുണ്ട്. ആ വേദാന്ത സൂത്രത്തിൽ ഇത് സമഗ്രമായി പറഞ്ഞു. മറ്റേതാണ്ടൊരു 10-350 അതിന് മേലെയുള്ള ശ്ലോകങ്ങൾ, ആത്മോപദേശ ശതകം, ദർശനമാല, അധ്യാരോപ ദർശനം, പിന്നെ എന്താ അങ്ങനെ തുടങ്ങി, അറിവ്, അങ്ങനെ തുടങ്ങി എല്ലാം കൂടി എടുക്കുമ്പോൾ അതിലൊക്കെ അവിടെ ഇവിടെയായിട്ടാണ്. ഇതൊന്നും എഡിറ്റ് ചെയ്തതല്ല. ഗുരുവിന് അപ്പൊ തോന്നിയത് ശിഷ്യരോട് പറഞ്ഞ് അവർ എഴുതിയിട്ട് നമ്പർ ഇട്ടുണ്ട്. അപ്പൊ വേദാന്ത സൂത്രം സൂത്രരൂപേണ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ച 2 പേരേ ഉള്ളൂ. ഒന്ന് ബാദരായണൻ, അദ്ദേഹത്തിൻ്റെത് ബ്രഹ്മസൂത്രം. ഇത് പിന്നീട് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആളുകളിൽ ഇതിന് കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുവിന് മാത്രമാണ്. മറ്റൊരാളും അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പുകൾപെറ്റ ആദിശങ്കരനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ വേദാന്ത സൂത്രം അതില് ആദ്യത്തെ സൂത്രം അഥ യഥാ ആത്മനോ ജിജ്ഞാസു, സത്യം കാണണമെന്ന് ജിജ്ഞാസ ഉണ്ടാകുന്നയാൾ. അത് ഞാൻ പറഞ്ഞു, സാധാരണ മഹർഷിമാർക്കൊക്കെ ഉണ്ടാകുന്നത് അവര് വേദങ്ങൾ പഠിച്ചു, യജ്ഞങ്ങൾ നടത്തി, പിന്നെ അർച്ചനകൾ നടത്തി, എല്ലാ വൈദിക കർമ്മങ്ങളും നടത്തി, ഇതെല്ലാം പഠിച്ചിട്ടും അവർക്ക് തൃപ്തി വരാഞ്ഞ് സത്യം അന്വേഷിച്ചു പോയത്. ഗുരു ഇതൊന്നും നടത്തിയിട്ടില്ല. സത്യം അറിയുന്നതിനുള്ള പോയിരുന്ന പാതയിൽ നിന്നിട്ട് യജ്ഞങ്ങളോ അർച്ചനയോ അതുപോലെ എന്തെങ്കിലും വൈദിക കർമ്മങ്ങളോ എന്തെങ്കിലും നടത്തുകയായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ആരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു സ്വയം നിയന്ത്രിച്ച് കൊടിയ തപസ്സിലൂടെയാണ് ആ ഒരു അത്ഭുതകരമായ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ ഗുരു അതുകൊണ്ടാണ് അതിൽ ഗുരുവിന് ജിജ്ഞാസ, ഈ ഗുരുവിന്റെ വ്യഥ അത് ചെറുപ്പകാലം മുതൽ അനുഭവിച്ചതാണ് സമൂഹത്തിൽ നിൽക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഗുരു തേടിയത്. മറ്റുള്ളവർ അറിവ് തേടാൻ വേണ്ടി പോയവരാണ്. ആ വ്യത്യാസം നിങ്ങൾ മറക്കരുത്. ഗുരുവിന്റെ ജീവിതത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ഇതറിയണം, ഈ തിരിച്ചറിവുണ്ടാകും. അപ്പോ രണ്ടാമത്തെ സൂത്രം തദിദം ബ്രഹ്മൈവാഹം എന്നാണ് ഈ സൂത്രം. തദ് ഇദം ബ്രഹ്മൈവാഹം. ഈ സൂത്രത്തെ രണ്ടായിട്ട് തിരിക്കാം. ഇദം ബ്രഹ്മ ഏവ,
ഇതം ബ്രഹ്മ ഏവ. ഇതം എന്നത് അതിന്റെ അർത്ഥം ഈ കാണുന്ന ജഗത്ത്. നമ്മൾ നോക്കിയാൽ കാണുന്ന ജഗത്ത് അറിയാലോ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം തുടങ്ങി സർവവും. ഭൂമി ഞാൻ പറഞ്ഞില്ല, അതിനെ നാം ജഗത്തിന്റെ കൂട്ടത്തിലല്ല പലപ്പോഴും പരിഗണിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ കൂട്ടത്തിലാണ്. അപ്പോ ഇതം ബ്രഹ്മ ഏവ, ഈ ജഗത്ത് നാമരൂപങ്ങളായി വേർതിരിഞ്ഞ് കാണുന്ന, ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്. നമ്മളുടെ പേര് മനുഷ്യർ, സൂര്യനെന്നും ചന്ദ്രനെന്നും നക്ഷത്രങ്ങളെന്നും പിന്നെ പല ഗ്രഹങ്ങളും ആ കോടാനുകൂടി നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ജഗത്ത് ബ്രഹ്മമാണ്. ഇതം ബ്രഹ്മ ഏവ, ഈ ജഗത്ത് ബ്രഹ്മമാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ വിശ്വാസം നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ജഗത്ത് വേറെ, ബ്രഹ്മം വേറെ, അല്ലേ? അങ്ങനെയല്ലേ സുധീഷ് മാഷേ? അത് അറിയില്ല സാറേ, അങ്ങനെ കൂടുതൽ അറിവുണ്ടായിട്ടില്ല. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണെന്നേ. ഋഗ്വേദങ്ങളിലെ മന്ത്രങ്ങൾ ഉൾപ്പെടെ സൂര്യഭഗവാനെയാണ് അവിടെ ആരാധിക്കുന്നത്. പിന്നെ ഭഗവത്ഗീത പറയും പുരുഷൻ വേറെ, പ്രകൃതി വേറെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രകൃതി എന്ന് പറഞ്ഞാൽ വേറെ. ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ മതി. ഗുരു പറയുന്നത് ഈ ജഗത്ത് ബ്രഹ്മം ഏവ, ബ്രഹ്മം തന്നെയാണ്, മറ്റ് യാതൊന്നുമില്ല. ഏവ എന്ന വാക്കാണ് ഉപയോഗിച്ചത്, തന്നെ. ഈ ജഗത്ത് ബ്രഹ്മാസ്മി എന്നല്ല പറഞ്ഞത്, ബ്രഹ്മമാകുന്നു എന്നല്ല പറഞ്ഞത്. ഇതം ബ്രഹ്മ ഏവ, ബ്രഹ്മം തന്നെയാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അടുത്തത് രണ്ടായി ആ സൂത്രത്തെ തിരിക്കുമ്പോൾ അടുത്ത ഭാഗം അഹം ബ്രഹ്മ ഏവ, അഹം ബ്രഹ്മ ഏവ, അഹം ബ്രഹ്മ ഏവ. 3 അക്ഷരങ്ങളെ അതിലുണ്ട്. എന്തൊരു വലിയ ആശയമാണ് പറഞ്ഞത്. അഹം എന്നത് ഞാനെന്നാണ് സാധാരണ നമ്മളുടെ ഒരു ധാരണ. ഇവിടത്തെ അഹത്തിന്റെ അർത്ഥം ജീവൻ എന്നാണ്. ജീവനും ബ്രഹ്മം തന്നെ. ഇതം ബ്രഹ്മ ഏവ, അഹം ബ്രഹ്മ ഏവ. 2 കാര്യമായി. അതിന്റെ താഴെ ഒരു സൂത്രമുണ്ട്, അസ്യ ച. അസ്യ പ്ലസ് ച, 2 വാക്ക്. അസ്യ ച, ആ പ്രകൃതത്തിൽ അസ്യതയ്ക്ക് അർത്ഥം ഇപ്രകാരം തന്നെ പ്രപഞ്ചവും. എപ്രകാരം? ഇപ്രകാരം തന്നെ പ്രപഞ്ചവും ബ്രഹ്മമാണ്. പ്രപഞ്ചവും ബ്രഹ്മമാണ്. അപ്പോ ജഗത്ത് ബ്രഹ്മം, ജീവൻ ബ്രഹ്മം, പ്രപഞ്ചവും ബ്രഹ്മം. ആ 3 കാര്യങ്ങളും കൂടെ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ എല്ലാ ജഡവസ്തുക്കളും അതിൽ പെട്ടില്ലേ? പെട്ടോ സുധീഷ് മാഷേ? അതെ സാറേ. ജീവനും അപ്പോ അത് ജഡവസ്തു തന്നെയാണ് എന്നും വന്നില്ലേ? ജീവൻ നശിച്ചു പോകും, നമുക്കറിയാലോ. നമ്മുടെ ജീവൻ നശിച്ചു പോകില്ലേ? ഇല്ലേ സുധീഷ് മാഷേ? ജീവന് നാശമില്ലേ? ഉണ്ട് എന്നാണ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അനുഭവമോ? അനുഭവം അങ്ങനെയാണ്. ഒരു സംശയം. എന്താ സംശയം എന്ന് ഞാൻ പറയട്ടെ സുധീഷ് മാഷേ?
അതെ. ജീവൻ എന്ന് പറഞ്ഞാൽ അത് നാശമില്ലാത്തതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? ഇല്ലേ? എനിക്കങ്ങനെ തോന്നണില്ല. ആ, എനിക്ക് അല്ല, ജീവൻ ജീവാത്മാവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. കോട്ടെ, നമുക്ക് പിന്നീട് പഠിക്കാം. ജീവനും ബ്രഹ്മം, പ്രപഞ്ചവും ബ്രഹ്മം. ഇനി അടുത്ത ശ്ലോകം, ഇതി ബ്രഹ്മൈവ. മറ്റത് ഇതം ബ്രഹ്മ ഏവാന്നായിരുന്നു. ഇതി ബ്രഹ്മൈവ. നമ്മൾ ഈ ജഗത്തിലെ മുഴുവൻ ദൃശ്യങ്ങളും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവ ഓരോന്നിനെ സംബന്ധിച്ച് നമുക്ക് വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകും, ഇല്ലേ? ഉണ്ടാവില്ലേ? നമ്മളൊരു പൂവ് കണ്ടു, നമുക്ക് ഇഷ്ടമായി, സന്തോഷമായി, അതിനോട് ഇഷ്ടം തോന്നി. നമ്മളൊരു നാരകത്തിൽ കയറി പിടിച്ചു, മുള്ളുകൊണ്ടു, അതിനോടൊക്കെ തോന്നി, വിരോധം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു, പേടി തോന്നും, പിന്നെ ഇതിനെ തുടരുന്നു. ചന്ദ്രനെ കാണുമ്പോഴും സൂര്യനെ കാണുമ്പോഴും നക്ഷത്രങ്ങളെ കാണുമ്പോഴും ഒക്കെ അത്ഭുതം കൂടിക്കൊണ്ട് നമ്മൾ നിൽക്കുക, ഇല്ലേ? അങ്ങനെ ഈ എല്ലാ ദൃശ്യങ്ങളും കണ്ണുകൊണ്ട് കാണുന്നതും നാം ചെവി കൊണ്ട് കേൾക്കുന്നതും അതിനെ മണക്കുന്നതും ഒക്കെ ആയ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന ഈ അനുഭവങ്ങൾ ഓരോന്നും ആ വസ്തുവിൽ നിന്ന് കിട്ടുന്നതാണ്. ശരിയാണോ? റോസാപ്പൂവിൽ നിന്ന് കിട്ടുന്നതും നാരകമുള്ളിൽ നിന്ന് കിട്ടുന്നതും രണ്ട് അനുഭവമാണ്, പക്ഷെ രണ്ടും അതിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ നാം ഈ ജഡവസ്തുക്കളിൽ നിന്ന് എല്ലാം നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ബ്രഹ്മമാണ്. ജഡവസ്തുക്കൾ ബ്രഹ്മമാണ്, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും ബ്രഹ്മമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു വിശ്വാസമായി മാറണോ എന്നത് അടുത്ത കാര്യമാണ്. ഇത് നിങ്ങളത് ശ്രവണം മാത്രമാണ് നടക്കുന്നത്. ഇനി അതിനെ മനനം ചെയ്യണം. മനനത്തിന് ശേഷം അതിനെ നിധിന്യാസത്തിലൂടെ ന്യായമായി അതിനെ ന്യാസം ചെയ്തുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയും. അതൊക്കെ അടുത്ത ഘട്ടങ്ങളാണ്. ആർക്കൊക്കെ അതിനോട് യോജിക്കാൻ കഴിയും, ആർക്കൊക്കെ വിയോജിപ്പുണ്ടാകും എന്നതൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് தெரியும். അപ്പോ പ്രപഞ്ചവും ജഗത്തും ജീവനും പ്രപഞ്ച അനുഭവങ്ങളും പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. അതിനെയാണ് പ്രപഞ്ചാനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഹിമാലയത്തിൽ കാശ്മീരിൽ ടൂറിന് പോകുമ്പോൾ വലിയ അനുഭവങ്ങൾ നമുക്ക് കിട്ടി, ഇല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പിന്നെ വീക്കെൻഡ് ആവുമ്പോൾ എവിടെ ടൂറിന് പോകണമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന കുട്ടികളാണ്. അവരെ കുറ്റം പറയല്ല കേട്ടോ, അവർക്ക് സമ്പ്രദായം അതാണ്. അപ്പൊ അവർക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ എല്ലാ അനുഭവങ്ങളും ഇല്ലായ്മയെ കുറിച്ചല്ല. കാശില്ലാതെ പട്ടിണി കിടന്നാൽ ഉണ്ടാവുന്ന അനുഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വണ്ടിക്കാശ് തീർന്നു പോയാൽ പട്ടിണിയും കിടക്കും. അതിനകത്ത് തയ്യാറാണ്, അതിനൊന്നും അവർക്കൊരു മടിയില്ല. ആ അനുഭവങ്ങൾ അതും ബ്രഹ്മമാണ്. എല്ലാ അനുഭവങ്ങളും നമുക്കാണ് ഉണ്ടാകുന്നത്. അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിനാണ്. അത് പ്രകടിപ്പിക്കുന്നതും നമ്മുടെ ശരീരമാണ്, അത് അനുഭവിക്കുന്നതും നമ്മുടെ ശരീരമാണ്. അത് സന്തോഷമായാലും ശരി, രോഷമായാലും ശരി, എല്ലാം പ്രകൃതമാകുന്നതും നമ്മുടെ ശരീരത്തിൽ. അപ്പോ ഇതെല്ലാം ബ്രഹ്മമാണ്.
അടുത്ത സൂത്രം അതീതോ അഗാമിനോരസത്യം അസത്യം യഥ എന്നാണ്. ഒത്തിരി നീളത്തിലുള്ള സൂത്രമാണ്. അതീതോ അഗാമിനോരസത്യം യഥ. ഇത് അതിന്റെ സൂത്രത്തിന്റെ വിവരണമൊക്കെ ഞാൻ പിന്നീട് പറയാം, എപ്പോഴെങ്കിലും അവസരം കിട്ടുക. ഇത് പറയുന്നത് കാലത്തെ കുറിച്ചിട്ടാണ്. കാലം ദൈവദശകം 7-ാമത്തെ ശ്ലോകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, എപ്പോഴും നിങ്ങൾ ചൊല്ലുന്നതല്ലേ. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. അപ്പോ ഭൂതവും ഭാവിയും വേറല്ല, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും നീ തന്നെയാണ് എന്നല്ലേ അതിനർത്ഥം? തർക്കമുണ്ടോ? വർത്തമാനകാലവും നീയാണ്, ഭൂതകാലവും നീയാണ്, ഭാവി കാലവും നീ തന്നെയാണ്. ഇതല്ലേ ഈ പറഞ്ഞതിനർത്ഥം അല്ലേ? അതെ. അപ്പോൾ കാലവും നീ തന്നെയാണ്. എന്തൊരു അത്ഭുതം! നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും നീ അഭാതവും ഭൂതവും ഭാവിയും വേറല്ല. അതിന്റെ കൂടെ ഇനി ബോധവും അറിവും ഓർക്കുന്നു. അത് ശബ്ദത്തെ കുറിച്ചിട്ടാണ്. എത്രയോ പ്രാവശ്യം ചൊല്ലിയിരിക്കുന്നു. ഇനിയും അത് ചൊല്ലുമ്പോ അതിങ്ങനെ തുടരും. എന്താ പറഞ്ഞത്? കാലവും നീ തന്നെയാണ്. അതാണ് അതീതോ അഗാമിനോ, കഴിഞ്ഞുപോയ കാലം അതീതം. അഗാമി വരാനുള്ള കാലം. കഴിഞ്ഞുപോയ കാലം ഇപ്പോൾ ഉണ്ടാവൂ? സുധീഷ് മാഷേ, ഇല്ല. കഴിഞ്ഞുപോയ കാലം ഇപ്പോഴുണ്ടോ? ഇപ്പോൾ അത് കഴിഞ്ഞുപോയി. ഇല്ല, കഴിഞ്ഞുപോയി. വരാനുള്ള കാലം ഇപ്പോഴുണ്ടോ? വന്നിട്ടില്ല. അതീതോ അഗാമിനോരസത്യം യഥ. ആകെ കൂടി വർത്തമാനകാലമോ? വർത്തമാനകാലമാണ് ഇപ്പോ. വർത്തമാനകാലം ആണിപ്പോ. വർത്തമാനകാലമോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ പറയുന്നത് വർത്തമാനകാലത്തെ കുറിച്ചിട്ടാണ്. അപ്പോ നാം ഏതെങ്കിലും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അത് വർത്തമാനകാലമാണ്. അത് തീരുമ്പോ അത് ഭൂതകാലമായി. എത്ര സമയം ആണ് ഈ ഭൂതവും വർത്തമാനവും ഭാവിയും തമ്മിൽ ഇടയിൽ? വർത്തമാനകാലത്തിന് എത്ര സമയമാണ് ലഭിക്കുക? ഒരു കുഞ്ഞു ജനിച്ചു. ഇന്നത്തെ നിലയ്ക്ക് ആശുപത്രിയിൽ സിസേറിയൻ ആണെങ്കിൽ അങ്ങ്, പണ്ടൊക്കെ ആണെങ്കിൽ വയറ്റാട്ടിമാര് വന്നു. ഞങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തന്നു. അടുത്ത ക്ഷണത്തിൽ ആ തന്ന കുഞ്ഞായിരിക്കില്ല വളരും. ഓരോ ക്ഷണവും കുഞ്ഞ് മാറി വളർന്നുകൊണ്ടേയിരിക്കും. അല്ലേ? അപ്പോ നേഴ്സ് അല്ലെങ്കിൽ വയറ്റാട്ടി നമ്മളെ അച്ഛന്റെ അമ്മയുടെയിലേക്കോ കയ്യിലേക്ക് കൊടുത്ത കൈ പിൻവലിക്കുമ്പോഴേക്കും തന്നെ കുഞ്ഞ് വളർന്നു കഴിയും. രോഗത്തിൽ കുറെ കൂടി നന്നായി ഇതാണ് പറയുന്നത്. അപ്പോ ഇതെല്ലാം പ്രത്യേകമായില്ല, കാലം തന്നെ ഇല്ലാത്തതാണ് എന്നാണ്. കാലം തന്നെ ഇല്ലാത്തതാണ്. കാലമെല്ലാം നീ തന്നെയാണ്. കാലം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന് പോലും നമുക്ക് അറിയേണ്ടതില്ല. കാലം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്
ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങി വരുന്നതിന് 24 മണിക്കൂർ, അല്ലെങ്കിൽ സ്വയം അച്ചുതണ്ടിൽ തിരിയുന്നതിന് 24 മണിക്കൂർ. അതിനെ നമ്മൾ മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ ആക്കി തിരിച്ച് ഇനി സൂര്യന് ചുറ്റും ഓടി വരുമ്പോൾ 365 ദിവസം, ഒരു വർഷം. അത് നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിനുണ്ടായ കണക്കാണ് സമയം. നാം മനുഷ്യർ രൂപപ്പെടുത്തിയതാണ്. ഇവിടെ പറയുന്നത് കാലവും നീ തന്നെയാണ്, എല്ലാം ബ്രഹ്മമാണ്. അടുത്ത സൂത്രം എന്തോ? സമയായി. ഓക്കെ, അപ്പൊ ഞാൻ നിർത്താം. ഇനി എന്ത് വേണമെന്ന് ഇത്രയും പറയാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളപ്പോ ചോദിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം പൂർണ്ണമായി പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം കെട്ടിവരിഞ്ഞ് നിർത്തിയിരിക്കുന്ന ആ കെട്ട്, അത് ചരട്, ആ പാശം, അതിൽ തന്നെ ആണോ തുടരേണ്ടത് എന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർനിർണയിക്കണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. അതിലേക്ക് നാം നടന്നു നീങ്ങണ്ടേ എന്ന് നിങ്ങൾ ആലോചിച്ചു തുടങ്ങണമെങ്കിൽ ന്യായങ്ങൾ, വസ്തുതകൾ. ഓക്കെ, ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം മംഗളം ഉണ്ടാകട്ടെ. നമസ്തേ സാർ. നമസ്തേ സർ, വളരെ നന്ദി. ഇത്രയും സമയം ഗുരു ഫിലോസഫി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ തമ്പി ചേലക്കാട്ട് സാറാണ്. വളരെ വിശാലമായ, വളരെ ആഴത്തിൽ നാം കാണേണ്ട ഒരു വിഷയമാണ് ഗുരു ഫിലോസഫി എന്നത്. അതിനെക്കുറിച്ച് ഒരു ആമുഖം മാത്രമാണ് ഇവിടെ പറയാൻ സാധിച്ചതെന്ന് സാർ നമ്മളോട് പറയുകയുണ്ടായി. എങ്കിലും കഴിഞ്ഞ 1 മണിക്കൂർ നേരമായി നമ്മോട് സംബന്ധിച്ച ശ്രീ തമ്പി ചേലക്കാട് സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും സാറിനെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ജയലക്ഷ്മി ഷിജു. ജയലക്ഷ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം നമസ്തേ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ഗൂഗിൾ മീറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്. നമസ്തേ.